നെഹ്റുവിന്റെ ചിന്തകൾക്കും ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും ഇന്നത്തെ ഇന്ത്യയിൽ എന്ത് പ്രസക്തി എന്ന വിഷയത്തിൽ അരമണിക്കൂർ വീതം രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കറും കേംബ്രിഡ്ജ് മേയറായ അഡ്വക്കേറ്റ് ബൈജു വർക്കി തിട്ടാലയും നടത്തിയ പ്രഭാഷണങ്ങൾ ചിന്തകളുടെ തീപ്പൊരി ചിതറി കടന്നുപോയപ്പോൾ സദസ്സിൽ പിന്നീട് തീമഴയായി കത്തിപ്പടർന്നത് കേരളത്തിൽ വിവാദമായി നിറഞ്ഞ വഖഫ് ചർച്ചയായിരുന്നു. നെഹ്റുവിനെ വാസ്തവത്തിൽ മറന്നത് ഇന്ത്യയല്ല, ഇന്ത്യയിലെ കോൺഗ്രസുകാർ ആണെന്ന് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തായാലും ഈ ഒരു സംവാദത്തിൽ പ്രധാനമായും ഉയർന്നുവന്ന വിഷയം വഖഫ് ആയിരുന്നു. ഒരിക്കൽ നെഹ്റു സ്വയം മുസ്ലിമായി ജനിക്കേണ്ടതായിരുന്നു എന്നതടക്കമുള്ള പെരും നുണകൾ പ്രചരിക്കുന്ന സോഷ്യൽ മീഡിയ ലോകത്താണ് നാം ജീവിക്കുന്നത് എന്ന് ജയശങ്കർ വാദിച്ചപ്പോൾ കൂരമ്പുകൾ ചെന്ന് തറച്ചത് സംഘ് പരിവാർ ആശയങ്ങളിലേക്കായിരുന്നു. മലബാറിൽ മുസ്ലിം വോട്ടുകൾ അടർത്തിയതുപോലെ മധ്യ കേരളത്തിൽ ലാറ്റിൻ കത്തോലിക്ക വോട്ടുകൾ അടർത്താനുള്ള കേവലം രാഷ്ട്രീയ മോഹത്തിൽ സൃഷ്ടിക്കപ്പെട്ട ശല്യം മാത്രമാണ് വഖഫ് ഭൂമി തർക്കമെന്ന് ജയശങ്കർ നിരീക്ഷണം നടത്തി. ഇതിനോട് ചേർന്ന് നിന്ന് പള്ളിപ്പുറം ലോക്കൽ കമ്മിറ്റി വഖഫ് വിഷയത്തിൽ ചീഫ് സെക്രട്ടറിക്ക് കത്തെഴുതിയത് മുഖ്യപ്രഭാഷകനായ ബൈജു തിട്ടാലയും ചോദ്യം ചെയ്തു. ചുരുക്കത്തിൽ അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലം മുതൽ നടന്ന ഗൂഢശ്രമങ്ങൾ പിണറായി സർക്കാരിന്റെ കാലമായപ്പോൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങിയതാണ് ഇപ്പോഴത്തെ വിവാദത്തിന്റെ കേന്ദ്രബിന്ദു. പുണ്യാളൻ കഴിഞ്ഞാൽ സോണിയാഗാന്ധി എന്ന് കരുതുന്ന ലാറ്റിൻ ക്രൈസ്തവരുടെ നിഷ്കളങ്കതയാണ് ഇപ്പോൾ വഖഫ് തർക്കത്തിൽ കോൺഗ്രസിന് നഷ്ടമാകാൻ പോകുന്നത്. 1935 ബ്രിട്ടീഷ് ഭരണകാലത്തെ വഖഫ് നിയമത്തിന്റെ പേരിലാണ് ഇന്നും കോൺഗ്രസുകാർ ചീത്തവിളി കേൾക്കുന്നത്. മാർക്സിസ്റ്റ് സർക്കാർ നിയമിച്ച കളങ്കിത ജഡ്ജി എന്ന് വിശേഷിപ്പിക്കാവുന്ന നിസാർ കമ്മീഷന് ഒരു കൂലിത്തല്ലുകാരന്റെ റോൾ മാത്രമേ ഈ വിഷയത്തിൽ നൽകേണ്ടതുള്ളൂ എന്ന് ജയശങ്കർ പറഞ്ഞു. ഫാറൂഖ് കോളേജ് തുടങ്ങാൻ മദ്രാസ് യൂണിവേഴ്സിറ്റിക്ക് നൽകേണ്ട അന്നത്തെ 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി നൽകിയ കൊളാറ്ററൽ സെക്യൂരിറ്റിയായ മുനമ്പത്തെ 400 ഏക്കർ സ്ഥലം പാട്ടത്തിന് നൽകിയ സംഭവമാണിപ്പോൾ വഖഫ് ഭൂമി എന്ന തർക്കത്തിൽ പെട്ടിരിക്കുന്നത്. ഈ ഭൂമിക്ക് ഫാറൂഖ് കോളേജ് അവകാശവാദം ഉന്നയിച്ചിട്ടില്ല എന്നത് രസകരമാണ്. ഇപ്പോൾ വഴിയെ പോകുന്നവരാണ് വഖഫ് ഭൂമിക്ക് വേണ്ടി കൊടിപിടിക്കുന്നത്. തീരാധാരം കയ്യിലുള്ള നികുതി അടയ്ക്കുന്ന ഭൂമിക്ക് വേണ്ടി വഖഫ് നിയമം പറയുന്നത് വലിയ തമാശ തന്നെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാര്യത്തിൽ വിശദമായ വീഡിയോ ചെയ്തപ്പോഴാണ് ചില വൈദികർ പോലും കാര്യം മനസ്സിലാക്കി തന്നെ വിളിച്ചത് എന്ന് ജയശങ്കർ പറഞ്ഞു. ഇന്നലെ കവൻട്രിയിൽ നടന്ന ചർച്ചയിൽ അനേകം ആളുകളാണ് വഖഫ് സംബന്ധിച്ച ആശങ്ക ഉയർത്തി സംസാരിച്ചത്.